ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മളുടെ LD ക്ലർക്ക് മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കുവാനായിട്ടുള്ള നമ്മളുടെ സൂപ്പർ ടൈം ടേബിളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് ഡേ 2 ആണ്. ഈ ഡേ 2 എന്ന് പറഞ്ഞാൽ ജൂൺ 10 ഇന്ന്. അപ്പോൾ ഡേ 2 വരുന്ന 9ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡേ 2 4ാമത്തെ ടോപ്പിക്കും മൊത്തത്തിൽ 9ാമത്തെ ടോപ്പിക്ക്, അതായത് എഴുത്തുകാർ തൂലികാനാമങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ഈ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങൾ LDCക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമവുമാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സാഹിത്യ പഞ്ചാനൻ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് നോക്കാം. അപ്പോൾ സാഹിത്യ പഞ്ചാനൻ എന്ന് അറിയപ്പെടുന്നത് PK നാരായണപിള്ളയാണ്. PK നാരായണപിള്ള അറിയപ്പെടുന്നത് സാഹിത്യ പഞ്ചാനൻ എന്നാണ്. അപ്പോൾ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? PK നാരായണപിള്ളയാണ്. അതുപോലെ തന്നെ ഉറൂബ എന്ന നാമമുള്ളത്, ഉറൂബ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉറൂബ എന്നറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ അറിയപ്പെടുന്നത് ഉറൂബ എന്നാണ്. അപ്പോൾ ഉറൂബ എന്നറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ എന്നറിയപ്പെടുന്നത്. ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. സുബ്രഹ്മണ്യൻ നമ്പൂതിരി അറിയപ്പെടുന്നത് ഒളപ്പമണ്ണ എന്നാണ്. അതുപോലെ തന്നെ ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ജി എന്നറിയപ്പെടുന്നത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. എൻ കക്കാട് എന്നറിയപ്പെടുന്നത് KN നാരായണൻ നമ്പൂതിരിയാണ്. അപ്പോൾ KN നാരായണൻ നമ്പൂതിരി അറിയപ്പെടുന്നത് N കക്കാട് എന്നാണ്. PK നാരായണപിള്ള സാഹിത്യ പഞ്ചാനൻ, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒളപ്പമണ്ണ, ശങ്കരക്കുറുപ്പ് ജി, K നാരായണൻ നമ്പൂതിരി N കക്കാട്. അതുപോലെ തന്നെ ജോർജ് വർഗീസ് അറിയപ്പെടുന്നത് കാക്കനാടൻ എന്നാണ്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. അതുപോലെ തന്നെ VKN എന്നറിയപ്പെടുന്നത് VK നാരായണൻ നായരാണ്. അപ്പോൾ VK നാരായണൻ നായർ അറിയപ്പെടുന്നത് VKN എന്നാണ്. കോവിലൻ എന്ന അറിയപ്പെടുന്നത് VV അയ്യപ്പൻ എന്നാണ്. കോവിലൻ എന്ന തൂലികാനാമമുള്ളത് ആർക്കാണ്? VV അയ്യപ്പനാണ്. ഇത് എപ്പോഴും PSC ചോദിച്ചു കാണുന്നതാണ്. കോവിലൻ എന്ന തൂലികാനാമം ഉള്ളത് VV അയ്യപ്പൻ. സേതു എന്ന തൂലികാനാമമുള്ളത് സേതുമാധവനാണ്. അപ്പോൾ സേതുമാധവനാണ് സേതു എന്ന തൂലികാനാമം ഉള്ളത്. അടുത്തതായിട്ട് ശ്രീ എന്ന തൂലികാനാമമുള്ളത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശ്രീ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പാറപ്പുറം എന്ന തൂലികാനാമമുള്ളത് KE മത്തായിക്കാണ് പാറപ്പുറം എന്ന തൂലികാനാമം ഉള്ളത്. അതുപോലെ തന്നെ അക്കിത്തം എന്ന തൂലികാനാമം ഉള്ളത് ആർക്കാണ്? അക്കിത്തം എന്ന തൂലികാനാമം ഉള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ അച്യുതൻ നമ്പൂതിരിക്കാണ് അക്കിത്തം എന്ന തൂലികാനാമം ഉള്ളത്. P സച്ചിദാനന്ദന്റെ തൂലികാനാമം, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആനന്ദ് എന്ന തൂലികാനാമമുള്ളത് ആർക്കാണ്? ആനന്ദ് എന്നറിയപ്പെടുന്നത് ആരാണ്? P സച്ചിദാനന്ദനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? വിലാസിനി എന്ന തൂലികാനാമം MK മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി എന്ന തൂലികാനാമം ഉള്ളത് MK മേനോനാണ്. അതുപോലെ തന്നെ പ്രേംജി എന്ന തൂലികാനാമം ഉള്ളത് MP ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ആർക്കാണ് പ്രേംജി എന്ന തൂലികാനാമം ഉള്ളത്? MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം MR നായർ. അപ്പോൾ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MR നായർ ആണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. ആരാണ്? V മാധവൻ നായർ. അതുപോലെ തന്നെ കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ബാലകൃഷ്ണപിള്ളയാണ്. ബാലകൃഷ്ണപിള്ള അറിയപ്പെടുന്നത് കേസരി എന്നാണ്. അല്ലെങ്കിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറും
കേസരി എന്ന് പറഞ്ഞ തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബാലകൃഷ്ണപിള്ള, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അവർ രണ്ടുപേരും കേസരി എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. PV നാരായണൻ നായരുടെ തൂലികാനാമമാണ് പവനൻ. പാ വെച്ച് തന്നെയാണ്. അപ്പോൾ PV നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ തൂലികാനാമം പവനൻ എന്നാണ്. അതുപോലെ തന്നെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്, നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ്. PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ്. അതുപോലെ തന്നെ സിസ്റ്റർ ബെനിഞ്ഞ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മേരി ജോൺ തോട്ടമാണ്. മേരി ജോൺ തോട്ടം അറിയപ്പെടുന്നത് സിസ്റ്റർ ബെനിഞ്ഞ എന്നാണ്. അതുപോലെ തന്നെ ONV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ONV, അതുപോലെ തന്നെ ബാലമുരളി എന്നീ തൂലികാനാമത്തിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മളുടെ ഒറ്റപ്ലാക്കൽ നമ്പിടിക്കൽ വേലുക്കുറുപ്പ്, ONV കുറുപ്പ്. അപ്പോൾ നമ്മുടെ ONV കുറുപ്പിന്റെ തൂലികാനാമം എന്താണ്? ONV, അതുപോലെ തന്നെ ബാലമുരളി. ONV എന്നും ബാലമുരളി എന്നും തൂലികാനാമം ഉള്ളത് ഒറ്റപ്ലാക്കൽ നമ്പിടിക്കൽ വേലുക്കുറുപ്പിനാണ്, അതായത് ONV കുറുപ്പിനാണ്. ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച സാഹിത്യകാരന്മാരും തൂലികാനാമങ്ങളും. PK നാരായണ പിള്ള എന്ന തൂലികാനാമം, അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് സാഹിത്യ പഞ്ചാനൻ. ഉറൂബ എന്ന തൂലികാനാമം PC കുട്ടിക്കൃഷ്ണൻ. അതുപോലെ തന്നെ ഒളപ്പമണ്ണ എന്ന തൂലികാനാമം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അതുപോലെ തന്നെ G എന്ന തൂലികാനാമം, G എന്ന് പറഞ്ഞ തൂലികാനാമം G ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ NN എന്ന തൂലികാനാമം KN നാരായണൻ നമ്പൂതിരി. അതുപോലെ തന്നെ NN കാക്കനാടൻ എന്ന് പറഞ്ഞ തൂലികാനാമം ഉള്ളത് ജോർജ് വർഗീസ്. അതുപോലെ തന്നെ VKN എന്ന തൂലികാനാമം ഉള്ളത് VK നാരായണൻ നായർ. അതുപോലെ തന്നെ കോവിലൻ എന്ന തൂലികാനാമം ഉള്ളത് ആർക്കാണ്? VV അയ്യപ്പൻ. അതുപോലെ തന്നെ സേതു എന്ന് പറഞ്ഞ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സേതു മാധവനാണ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. അതുപോലെ തന്നെ പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായിയാണ്. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, P സച്ചിദാനന്ദനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MP ഭട്ടത്തിരിപ്പാടാണ്. അതുപോലെ തന്നെ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MR നായരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാലി എന്ന് പറഞ്ഞ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണപിള്ള. അതുപോലെ തന്നെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. അതുപോലെ തന്നെ പവനൻ എന്ന് പറഞ്ഞ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. സിസ്റ്റർ ബെനിഞ്ഞ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മേരി ജോൺ തോട്ടമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ONV, അതുപോലെ തന്നെ ബാലമുരളി എന്നീ തൂലികാനാമങ്ങളിൽ അറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഒറ്റപ്ലാക്കൽ നമ്പിടിക്കൽ വേലുക്കുറുപ്പ്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മളുടെ കുറച്ച് ആൾക്കാരെയും അവരുടെ അപരനാമങ്ങളും, നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും അവരുടെ അപരനാമങ്ങളും നമുക്ക് പരിചയപ്പെടാം. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ കേരള വാൽമീകി ആരാണ്? വള്ളത്തോളാണ്. അതുപോലെ തന്നെ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അതുപോലെ തന്നെ AR രാജരാജവർമ്മ എന്നറിയപ്പെടുന്നത്, അദ്ദേഹം അറിയപ്പെടുന്നത് കേരള പാണിനി എന്നാണ്. എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അതുപോലെ തന്നെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. ആരാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്? CV രാമൻ പിള്ളയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കടക്കയം ചെറിയാൻ മാപ്പിളയാണ്.
അതുപോലെ തന്നെ കേരള ഇബ്സൻ എപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. PYQ ക്വസ്റ്റ്യൻ ആണ്. PSC റിപ്പീറ്റഡ് PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ്? N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ N കൃഷ്ണപിള്ള. അതുപോലെ തന്നെ കേരള ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നത് മഹാകവി ഉള്ളൂരാണ്. കേരള ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നത് മഹാകവി ഉള്ളൂരാണ്. അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇതും കൂടി പഠിക്കാം. വള്ളത്തോൾ നാരായണ മേനോന്റെ 3 അപരനാമങ്ങളാണ് പറയുന്നത്. കേരള വാൽമീകി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരള ടാഗോർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കേരള ടെന്നീസൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നീസൺ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒന്നുകൂടി പറയാം. കേരള വാൽമീകി, അതുപോലെ തന്നെ കേരള ടാഗോർ, അതുപോലെ തന്നെ കേരള ടെന്നീസൺ, അതുപോലെ തന്നെ കേരള ടെന്നീസൺ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പഠിച്ചു കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ശാകുന്തളം മലയാളത്തിലേക്ക് എഴുതിയ വ്യക്തിയാണ് അല്ലെ കേരള കാളിദാസൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കേരള വ്യാസൻ ആരായിരുന്നു? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അദ്ദേഹം മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ തന്നെ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു അല്ലെ. അദ്ദേഹമാണ് തുളസീദാസ രാമായണം എഴുതിയത്. അതുപോലെ തന്നെ മലയാളത്തിലെ ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് ആര്? നമ്മുടെ തുളസീദാസ രാമായണം എഴുതിയ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് കേരളവർമ്മ വലിയ കോയി കേരള തുളസീദാസ്. അപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ അപരനാമം എന്താണ്? കേരള തുളസീദാസ്. അദ്ദേഹം തുളസീദാസ രാമായണം രചിച്ചു. അദ്ദേഹമാണ് ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. അതുപോലെ തന്നെ കേരള സൂർദാസ് എന്ന് അറിയപ്പെടുന്നത് പൂന്താനമാണ് കേട്ടോ. ജ്ഞാനപ്പാന രചിച്ച പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് AR രാജരാജവർമ്മയാണ്. അദ്ദേഹം വ്യാകരണ ഗ്രന്ഥം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കേരള ഇബ്സൻ ആരായിരുന്നു? കേരള ഇബ്സൻ N കൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ഒരു നാടകകൃത്തായിരുന്നു. കേരള ഓർഫ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. ആരാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്? തകഴി ശിവശങ്കരപിള്ളയാണ്. ONV കുറുപ്പ് അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നാണ്. ONV കുറുപ്പ് ONV എന്നും അറിയപ്പെടുന്നുണ്ട്, ബാലമുരളി എന്നും അറിയപ്പെടുന്നുണ്ട്. കേരള പുഷ്കിൻ എന്ന് പറഞ്ഞ അപരനാമമുള്ള വ്യക്തിയാണ് ONV കുറുപ്പ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അതായത് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ റൈറ്ററുടെ അതേ ഒരു ശൈലി ഉള്ളത് കൊണ്ടാണ് MT വാസുദേവൻ നായർ കേരള ഹെമിംഗ്വേ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത്, ജോൺ ഗുന്ദർ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട് അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എന്നാണ്. അതുപോലെ തന്നെ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. ചീരാമ കവി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ട് സാഹിത്യ കൃതിയുടെ കർത്താവാണ് ചീരാമ കവി എന്ന് പറയുന്നത്. അപ്പോൾ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമ കവിയാണ്. അതുപോലെ തന്നെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള സ്കോട്ട് എന്ന് പറയുന്നത് CV രാമൻ പിള്ളയാണ്. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ അപരനാമങ്ങളും. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, വള്ളത്തോൾ, കേരള വാൽമീകി, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള വ്യാസൻ, AR രാജരാജവർമ്മ, കേരള പാണിനി, CV രാമൻപിള്ള, കേരള സ്കോട്ട്, കടക്കയം ചെറിയാൻ മാപ്പിള, ക്രൈസ്തവ കാളിദാസൻ, N കൃഷ്ണപിള്ള, കേരള ഇബ്സൺ, മഹാകവി ഉള്ളൂര്, കേരള ശ്രീഹർഷൻ. പിന്നെ വള്ളത്തോൾ നാരായണ മേനോൻ അറിയപ്പെടുന്നത് കേരള വാൽമീകി,
കേരള ടാഗോർ, കേരള ടെന്നീസൺ എന്നിങ്ങനെയൊക്കെയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കേരള വ്യാസൻ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി കേരള തുളസീദാസ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തുളസീദാസ രാമായണം മലയാളത്തിൽ എഴുതിയത്. അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. 1961 അതുപോലെ തന്നെ പൂന്താനം കേരള സൂർദാസ് എന്നറിയപ്പെടുന്നു. ജ്ഞാനപ്പാന അദ്ദേഹം രചിച്ചു. കേരള പാണിനി AR രാജരാജവർമ്മ വ്യാകരണ ഗ്രന്ഥം എഴുതി തയ്യാറാക്കി. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള നാടകകൃത്താണ് അദ്ദേഹം. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപിള്ള. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. അദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ആ ഒരു സ്റ്റൈൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. മലയാളത്തിൻ്റെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. കേരളത്തിൻ്റെ ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി. കേരളത്തിൻ്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ള. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമങ്ങളും പഠിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ അവരുടെ അപരനാമങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡേ 2 ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഡേ 3 ക്ലാസ്സസുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. നമുക്ക് ഒന്നിച്ച് തന്നെ ഈ ഒരു LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.